വന്നാ മതി. ഓ ശരി 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 ശരി. ഇല്ല 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 ഇല്ല. ഓ ശരി ശരിയാ ശരി. കാണാം കാണാം. അച്ഛാ ഈ മരുന്ന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതൊക്കെ സമയത്തിനെടുത്ത് കഴിച്ചേക്കണം. ഞാൻ വെറുതെ ഡോക്ടറെ സന്തോഷിപ്പിക്കാൻ മേടിച്ചല്ലേ, അല്ലാണ്ട് എന്റെ വരിയൊക്കെ മാറി. ആന്റിബയോട്ടിക്സ് ആണ്. കോഴ്സ് കംപ്ലീറ്റ് ആകാതെ ഒരു രക്ഷയില്ല കേട്ടോ. ഓ ഓ പിന്നെ ഷാൻഡ് തട്ട്. പാലിന്റെ ബില്ല്, കറണ്ട് കാശ് ഇതെല്ലാം മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം. അതവിടെ ഇരുന്നോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അതവിടെ ഇരുന്നാ പറ്റില്ല, ഉണ്ണിയേട്ടൻ അത് എടുത്തോണ്ട് പോകും. അതുകൊണ്ടായി പറയുന്നത്. നീ പേടിക്കണ്ട, അവൻ ഈ എന്തൊക്കെ ആയുർവേദ മരുന്നൊക്കെ ഒരു പെട്ടിയിലായിട്ട് സൈസിന് പോയിട്ടുണ്ട്. ആണോ? ഓ പിന്നെ സമയത്തിന് ആഹാരം കഴിക്കണം. പിന്നെ അത് മറന്നേക്കരുത്. നീ ഭക്ഷണം എടുത്തിട്ടുണ്ടോ? ഞാൻ ഡയറ്റില്ല. ആ പറഞ്ഞു ഈ കുട്ടിയുടെ ഒരു കാര്യം. അവള് അധ്വാനിച്ച് കാശും പണം ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ടു തരിക, ഇത് ഞങ്ങൾ കഴിക്കുക, അവൾക്ക് ഡയറ്റ്. എന്താ അവിടെ നോക്കി കാണുന്നത്? ഞാനവിടെ ഒരു വാഴ കുറച്ച് നിൽക്കണ്ടാവുന്ന ഇങ്ങനെ നോക്കിയതാണ്. വാഴക്കൊല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവളുടെ കെട്ടിയ പ്യാരി ഇട്ടിട്ട് പോയപ്പോ തുടങ്ങിയതാ അവളുടെ ഇളക്കവും നിങ്ങളുടെ ഒരു നോട്ടം. 24 മണിക്കൂർ അവിടെ തന്നെയാണല്ലോ. നീ എന്ത് കണ്ടെന്നടി? ഞാൻ എല്ലാം കാണുന്നുണ്ട്. എന്ത് നീ കണ്ട്? എല്ലാം കാണുന്നുണ്ട്. ആ കണ്ടെങ്കിൽ നന്നായി. എന്താ ഇത്ര വിഷമമാണ് കാര്യം ചെയ്യും. നിങ്ങൾ അവിടെ പോയി താമസിച്ചോ? പോണെങ്കിൽ പോടി ഞാൻ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ, പെട്ടുപോയില്ലേ. ഓ ഒരു പെടലുമില്ല. എന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിച്ചൊക്കെ തന്നിട്ടേ നിങ്ങൾ അങ്ങ് പോയിക്കോ. നിന്റെ എന്ത് മേടിച്ചത്? 4 വള സ്വർണ്ണോ? എന്നാ അത് നിന്റെ പറമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്, സിമെന്റും മണലായിട്ട്. സിമെന്റ് മണലല്ലേ വീട് വെക്കുന്നുണ്ട് എവിടെ? ഇതൊക്കെ തന്നെയാണ് നിന്നൊരാൾക്കും ഇഷ്ടപ്പെടാത്തത്. നീയൊക്കെ 4 ദിവസം പണിയില്ലാണ്ടാവുമ്പോ കണക്ക് വെക്കാൻ തുടങ്ങും. ഇതന്നെ നിന്നെ ഇഷ്ടപ്പെടാത്തത്. ആ സമയം ആ പെണ്ണിനെ കണ്ടോ നീ? ആ പെണ്ണ് നേരം വെളുക്കുമ്പോ കുളിച്ചു നീ പണിക്ക് പോവുക. ഇന്ന് വരെ 10 രൂപ സമ്പാദിച്ചോണ്ടിരാൻ നിനക്കൊക്കെ പറ്റിയിട്ടുണ്ടോ? ഓ ഞാൻ 10 രൂപ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലായിരിക്കും. ആ അടുക്കള കിടന്ന് ഞാൻ എടുക്കുന്നൊക്കെ പണിയല്ലേ, അതിനൊരു വിലയില്ലേ? നിനക്കൊക്കെ അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രം കഴുകാൻ തന്നെ പറ്റുള്ളൂ. ഈ വർത്താനം പറയും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് നോക്കും, ഇഷ്ടമുള്ളടത്ത് പോകും, ഇഷ്ടമുള്ളവരോട് സംസാരിക്കും. മേലെ എന്നോട് അങ്ങനെ സംസാരിക്കാൻ വന്ന അവളെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴും ഇടുക്കൊക്കെ എന്റെ അച്ഛനമ്മയുടെ മുമ്പിലൂടെ നിങ്ങൾ ഇതൊക്കെ പറ. പിന്നെ അച്ഛനും അമ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്നെ അവർ മൂക്കിൽ വലിച്ചു കയറ്റും. ഒന്ന് പോരി പെണ്ണോട്. മറിമായം